യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ കേസെടുത്തിരിക്കുകയാണ്. വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ വ്യാപകമായി തയ്യാറാക്കിയതായാണ് കമ്മീഷന്റെ പരാതി. മ്യൂസിയം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായുണ്ട്. അനന്തൻ, നേരത്തെ ഈ ഒരു പരാതി ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ വ്യാജ ID കാർഡുകൾ സംസ്ഥാന വ്യാപകമായി തന്നെ നിർമ്മിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു. ഇപ്പോൾ മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത് ഏതൊക്കെ വകുപ്പുകൾ ചുമത്തി, ആർക്കൊക്കെ എതിരെ, എങ്ങനെയാണ് കേസെടുത്തിരിക്കുന്നത്? അക്ഷയ, യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് വ്യാജ തെരഞ്ഞെടുപ്പ് ഐഡികൾ ഉണ്ടാക്കി എന്നുള്ള ആരോപണം ശക്തമായത്. ചില വ്യാജ ID കാർഡുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയായി ലഭിക്കുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പരിശോധനയിൽ വ്യാജ ID കാർഡുകൾ നിർമ്മിക്കപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിരുന്നു. അക്കാര്യം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയതാണ്. ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാപകമായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ID കാർഡുകൾ വ്യാജമായി നിർമ്മിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിലാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. FIRൽ IPC 465, 468, 471 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷേ പ്രതിസ്ഥാനത്ത് ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പേര് ഈ FIRൽ എടുത്തു പറഞ്ഞിട്ടുമില്ല. അൺനോൺ എന്ന് മാത്രമാണ് ഈ പരാതിയിൽ ഈ FIRൽ പറയുന്നത്, പ്രതിസ്ഥാനത്ത് ഉള്ളവരുടെ പട്ടികയിൽ പറയുന്നത്. അപ്പോൾ ഒരു സംശയം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്, നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ID കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് തന്നെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും 4 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അവരിപ്പോൾ ജാമ്യത്തിലാണ്. അപ്പോൾ ഒരു സംഭവത്തിൽ എങ്ങനെയാണ് 2 FIR ഉണ്ടാവുക എന്നുള്ള ചോദ്യത്തിന് പോലീസ് നൽകുന്ന വിശദീകരണം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതി വ്യത്യസ്തമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യൂത്ത് കോൺഗ്രസ് വ്യാജ ID കാർഡ് നിർമ്മിച്ചു എന്നുള്ള പരാതിയല്ല നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ID കാർഡുകൾ വ്യാപകമായി നിർമ്മിച്ചിട്ടുണ്ട്. അത് വരുന്ന പൊതു തെരഞ്ഞെടുപ്പിലടക്കം ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് തടയാൻ വേണ്ടുന്ന കർശന നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതി. ആ പരാതിയിലാണ് FIR യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചു എന്നതിനപ്പുറത്തേക്ക് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചിട്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായ നടപടി, വ്യാജമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്കെതിരായിട്ടുള്ള ഒരു പരാതിയായിട്ട് അങ്ങനെ ഒരു നടപടി അന്വേഷണത്തിലേക്കൊക്കെയാണ് പോവുക. തീർച്ചയായിട്ടും. പക്ഷേ ഇത് സംബന്ധിച്ച് മ്യൂസിയം SHO വിശദീകരിക്കുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ ID കാർഡുകൾ നിർമ്മിക്കപ്പെട്ടു എന്ന കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാപകമായ പരിശോധനകൾ നടത്തി. അപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് മാത്രമല്ല മറ്റ് ചില കേന്ദ്രങ്ങളിലും ഇത്തരം വ്യാജ ID കാർഡുകൾ നിർമ്മിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വ്യാപകമായി ഇത്തരം ID കാർഡുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അത് പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് എതിരെ കർശനമായ നടപടി വേണം എന്നുള്ള പരാതിയാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിൽ മാത്രം ഒതുങ്ങുന്നതല്ല, യൂത്ത് കോൺഗ്രസിനൊപ്പം തന്നെ മറ്റ് ചില കേന്ദ്രങ്ങളിലേക്ക് കൂടി ഈ അന്വേഷണം പോകും എന്ന് തന്നെയാണ് മ്യൂസിയം പോലീസ് പറയുന്നത്. അതെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാകണം ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുന്നത്.